നടക്കട്ടെ. എൻ്റെ ക്യാരക്ടറിൻ്റെ വലിയ ഭീകരമായ മാറ്റമൊന്നും സിനിമയിൽ ഉണ്ടാകുന്നില്ലെങ്കിലും സിനിമ പോകുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നാ അവൻ പറയും സ്നേഹം കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവര് മൂന്നുപേരും ഫ്ലാറ്റുകൾ തോറും കയറി ഇറങ്ങി അലവലാത്തരം കാണിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു. സിനിമയുടെ ചേട്ടാ അൺഐഡന്റിഫൈഡ് ലോബി. ഇതാരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ പാക്കേജ് കോസ്റ്റ് എത്രയാണ്? ചേട്ടൻ നമ്മളെ വെച്ച് പടം ചെയ്യുമല്ലോ, നമ്മള് ലീഡ് ചെയ്യുമ്പോൾ കണക്റ്റഡ് ആവും. എന്തെങ്കിലും ഞാൻ ഇത് നിർത്താൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വിളിക്കാം. ഞാൻ കൂടുതലും മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കാറ്. താല്പര്യമുണ്ടെങ്കിൽ പറയാം. ആട്, മങ്കിപ്പൻ, വാലാട്ടി, പെരിച്ചാഴി. ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഒരു 3 മിനിറ്റിൽ തന്നെ ഓക്കെ പറഞ്ഞു. കാരണം ഒന്ന് ലണ്ടനിൽ ഷൂട്ട് ചെയ്യും. എത്ര ദിവസം വേണമെന്ന് ചോദിച്ചില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ എക്സ്പെക്ട് ചെയ്ത് കൊടുത്താൽ. ചന്ദ്രന് ഇപ്പൊ ഈ അടുത്ത് വളരെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു ആ മൂവി. ഏതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളും അപ്രീഷിയേറ്റ്. ഫീനിക്സ് ഞാൻ ചന്തു ബോഡിയൊക്കെ ബിൽഡ് ചെയ്തല്ലോ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ചന്തു എനിക്കൊരു കോമ്പറ്റീഷനേ അല്ല. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ മൂവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ചേട്ടനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഫോൺ ചെയ്താൽ മതി. ഞാൻ അടിക്കുന്ന പെർഫ്യൂമിന്റെ പേര് പറഞ്ഞു കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുന്നത് ഏതായിരുന്നു? അത് ഞാൻ പറയും. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബിഗ് ബെൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടിപൊളി കുറച്ച് പേരാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു. എന്താണ് വിശേഷങ്ങൾ? വിജയ് ചേട്ടാ തുടങ്ങിക്കോ. ബിഗ് ബെൻ റിലീസാവാണ്. ജൂൺ 28 റിലീസാണ്. റിലീസാവാണ്. ഒരുപാട് രസമുള്ളൊരു സിനിമയാണ്. ഞങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. അല്ലാതെ ചന്തു അധികം എൻജോയ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാം അവിടെ അടിച്ചു പൊളിച്ച് ചെയ്തതാണ്. പെയ്ഡ് വെക്കേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പെയ്ഡ് വെക്കേഷൻ കഴിഞ്ഞ്. പക്ഷെ ഇവർക്ക് അങ്ങനെ വെക്കേഷൻ ബിക്കോസ് അതിഥി ഫുൾ കരച്ചിലായിരുന്നു. ഇദ്ദേഹം ഫുൾ ടെൻഷനിലായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മള് മാക്സിമം ഒരു 30 days അവിടെ ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമ. എന്താ ചന്ദ്രചേട്ടനെ കൊണ്ടുപോകാൻ? അല്ല, എനിക്ക് ആ ക്യാരക്ടർ അവിടെ ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, പുള്ളി കൂട്ടുകാരനങ്ങ് പോവാല്ലോ, ഒരുമിച്ചങ്ങ് പോയായിരുന്നു. ഒരു സീനെങ്കിലും അവിടെ ആക്കാൻ ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചു. മീനവേല് വെച്ചരാന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, അടുത്ത പടം സെറ്റാക്കാം. അതിഥിയുടെ ക്യാരക്ടർ എന്താണ് ഇതിലെ? ഇതിലെൻ്റെ ക്യാരക്ടർ പേര് ലവ്ലി എന്നാണ്. ലവ്ലി ഈ നാട്ടിൽ നിന്നൊക്കെ ഒരു ഇന്ത്യ വിട്ട് പുറത്ത് ജോലിക്ക് പോയി അവിടെ ജീവിക്കുന്ന ഒരു ലേഡി, ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു പല കേരളത്തിലുള്ള പല നേഴ്സുമാരും നേഴ്സിംഗ് കഴിഞ്ഞ് പുറത്ത് UK ജോലിക്ക് പോകുന്ന പല സ്ത്രീകൾക്കും, ഇതിപ്പോൾ നേഴ്സിംഗ് എന്നല്ല, അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ജോലിക്കാണെങ്കിലും കേരളം വിട്ട് അല്ലെങ്കിൽ അവരുടെ വീട് വിട്ട് പുറത്ത് പോയി ജീവിക്കുന്ന പല സ്ത്രീകൾക്കും എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഇമോഷൻസിലൂടെ കടന്നു. ഇതിൽ റൊമാൻറ്റിക് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജീൻ എന്നാണ്. ജീൻ ഒരു പോലീസ് ഓഫീസറാണ്. ഈ പറയുന്ന പോലെ നാട്ടിൽ പുള്ളിയുടെ പ്രൊഫഷണൽ വൈസ് ഒരു പ്രശ്നം വരുമ്പോൾ UK വൈഫിൻ്റെ മകളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ എത്തിയിട്ട് പുള്ളിയുടെ സ്വഭാവം കൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഈ ഫാമിലി എഫക്റ്റ് ചെയ്യുന്നതും അവിടുത്തെ ലോ അതിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു സർവൈവലാണ് സിനിമ സംസാരിക്കുന്നത്. ഈ പറയുന്ന ഒരുപാട് ഫാമിലി കണക്ഷൻസ്, ഹസ്ബൻഡ്, വൈഫ്, മകൾ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഫാമിലി. അപ്പം നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വളരെ ഇമോഷണലി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അതാണ് പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ചന്ദ്രചേട്ടാ, ചന്ദ്രൻ എവിടെയോ ആണല്ലോ. അതല്ല, ഞാൻ ആ സിനിമയിൽ ഇങ്ങനെ നിൽക്കും. സങ്കടമാണോ പോകാൻ പറ്റാത്തതിന്റെ? ഞങ്ങളൊരു പാക്കേജ് പാക്കേജ് കൂടെ ഇപ്പൊ 6 അതെ, ഞങ്ങൾ 3 പാക്കേജായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് തോന്നുന്നു. ഞങ്ങളത് മാറ്റിപ്പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് അനു ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു കൂട്ടുകാരൻ വേഷമാണ്. അത് ഭയങ്കര സസ്പെൻസ് ക്യാരക്ടറാണ്. ഞാൻ അധികം പറയാൻ പറ്റില്ല. എക്സ്റ്റെൻഡഡ് ക്യാമിയോ. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം, അനു നായകനാവുന്നൊരു പടം വരുന്നു, അതിൽ അതിഥി നായികയാവുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അങ്ങനെ ഒരു ലീഡ് പരിപാടിയിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം, അതിൽ പാർട്ടാൻ പറ്റുന്നതാണ് എൻ്റെ ഇതിനകത്തുള്ള ഹൈ എന്ന് പറയുന്നത്.
ബാക്കി സിനിമ സംസാരിക്കട്ടെ. എൻ്റെ ക്യാരക്ടറിനകത്ത് വലിയ ഭീകരമായ മാറ്റമൊന്നും സിനിമയിൽ ഉണ്ടാകുന്നില്ലെങ്കിലും ഉള്ള സംഭവം പരിപാടി പെട്ടില്ല. അല്ല, സിനിമ പോകുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നാ അവൻ പറയും സ്നേഹം കൊണ്ടാണ്, പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും. അതെ, അത് മനസ്സിലാവും. ഇയാള് വേണം, ഈ മനുഷ്യൻ അവിടെ ഉണ്ടാവണം. അതെ. വിജയ് ചേട്ടി, ഇവര് ഭയങ്കര കണക്ഷൻ ഉള്ള ആളുകളല്ലേ, ഇവര് ഈ അന്തർധാര സജീവമായിട്ടുള്ള ആളുകളാണ്. അതിഥി ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഇവിടുത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷാന്റെ വൈഫ് ഉണ്ടാക്കുന്ന ഫുഡാന്നാ പറയണേ. അപ്പൊ അങ്ങനെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഇവര് മൂന്നേരും ഫ്ലാറ്റുകൾ തോറും കയറി ഈ അലവലാത്തരം കാണിക്കുന്ന ആളുകളാന്നൊക്കെ പറയുന്നത്. അല്ല, അലമ്പുകൾ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു മൂവിയെ എങ്ങനെയാണ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്? അല്ല, എനിക്ക് ചന്തു ചേട്ടനായിട്ട് കോമ്പോ. ചന്തു ചേട്ടൻ ഞാൻ വേറെ ഹീറോ ആയിട്ട് വേറൊരു സിനിമ വരുന്നുണ്ട്. ചെറിയൊരു ഫ്രെയിമിലുണ്ട്. അതായത് UK നിന്ന് ഈ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ ഇപ്പൊ കൊടുക്കാം, നമ്മളൊരു ഫ്രെയിമിൽ വരുന്നുണ്ട്. പക്ഷെ ഞാനും അതിഥി നായകനാവുന്ന ഒരു പടം ജൂനിയർ ആയിട്ട് അതില് സിനിമയുടെ അതില് ഞാനൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ചേട്ടാ അൺഐഡന്റിഫൈഡ് ലോബി. ഇതാരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് ലോബി ഉണ്ടാക്കാൻ അല്ല, എനിക്ക് സ്ക്രിപ്റ്റ് വരുമ്പോ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കഥകൾ വരുമ്പോ ചന്തുനാഥാണ് അല്ലെങ്കിൽ അനുമോഹനാണ്. ഞങ്ങളത് നോക്കി നടത്താൻ ഒരു കാരണം ഒരാവശ്യം വരുമോ? വിജയ് ചേട്ടൻ ഇവരുടെ ഈ ഒരു ഞാൻ പഞ്ചസാര പോലെ എവിടെ അലിഞ്ഞു ചേർന്നു, ഏത് ലോബിയിൽ ഇട്ടാലും നമ്മളങ്ങ് അലിഞ്ഞു ചേർത്തോളൂ അവരുടെ കൂടെ. ചേട്ടൻ നമ്മളെ വെച്ച് പടം ചെയ്യുമല്ലോ, നമ്മള് ലീഡ് ചെയ്യുമ്പോ കണക്റ്റഡ് ആവും. ഇത് റെക്കോർഡിലാണ്. എന്തെങ്കിലും ഞാൻ ഇത് നിർത്താൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളെല്ലാരും വിളിക്കാം. ഞാൻ കൂടുതലും മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കാറ്. താല്പര്യമുണ്ടെങ്കിൽ മങ്കിപ്പൻ, വാലാട്ടി, പെരിച്ചാഴി. ചേട്ടൻ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് ഭയങ്കര കുക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടല്ലോ. കഴിക്കണ്ടല്ലോ. അവിടെ ഫുഡ് ഉണ്ടായില്ലേ? പ്രൊഡക്ഷൻ ഫുഡ് അല്ല, കുക്കിംഗ് നമുക്ക് ഇഷ്ടമല്ല. ഏത് സെറ്റപ്പ് ആയാലും നമ്മള് ഫുഡ് ഉണ്ടാക്കും. ലണ്ടനിൽ പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാലേ നമ്മൾ കണ്ണ് തള്ളിപ്പോകും. കാരണം എന്തോ ഒരു ഐറ്റംസ് ലൈക്ക് ഐ മീൻ നമുക്ക് ലൈക്ക് ഇവിടെ കിട്ടാത്ത സോസസ്, ഇവിടെ കിട്ടാത്ത ലൈക്ക് ഫ്രഷ് വെജിറ്റബിൾസ്, നമ്മൾ കാണാത്ത വെജിറ്റബിൾസ്, പിന്നെ മീറ്റൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട്, പിന്നെ സാൽമണൊക്കെ ഫിഷൊക്കെ ഇവിടെ കിട്ടാത്ത ഫിഷൊക്കെ കിട്ടും. അപ്പം എനിക്ക് ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ ടെസ്കോയിൽ പോവുക. അവിടുത്തെ ചുമ്മാ ഇങ്ങനെ അരിഞ്ഞ് തിരിഞ്ഞ് വെജിറ്റബിൾസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാർക്കറ്റിലൊക്കെ പോകും. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബട്ട് എനിക്കത്ര സ്ട്രെസ്ഫുൾ ഷൂട്ടല്ലായിരുന്നു. ചുമ്മാ ബിഹേവ് ചെയ്ത് പോകേണ്ട. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി. പിന്നെ സെറ്റിൽ പോയിരുന്നു ഇവരുടെ. പിന്നെ അവിടെ ഇവരെല്ലാം ഒരു ഫാമിലി പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ വിളിക്കാൻ വരുന്നത് നമ്മൾ ആദ്യം ജാടയൊക്കെ കയറിയിരിക്കും. സംസാരിച്ച് വരുമ്പോഴാണ് പുള്ളി നമ്മളെക്കാൾ റിച്ചാണ്, വല്ല ബാങ്കിന്റെ GMO ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവരൊരു, അതായത് നേരത്തെ പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കേരള ഇവിടുത്തെ പോലെയല്ല. അവരെല്ലാം ഭയങ്കര യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന മലയാളികളാണ്. അപ്പം അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് അവരുടെ വീടുകളിൽ ഷൂട്ട് ചെയ്യുന്നു. ഒരു ദിവസം വേറൊരാളുടെ വീട്ടിൽ ലഞ്ചിന് പോകുന്നു, ഡിന്നറിന് പോകുന്നു, അവർ തന്നെ വന്ന് പിക്ക് ചെയ്യുന്നു. അപ്പം ഭയങ്കര ഒരു രസമുള്ള, ഞങ്ങളും അവരുടെ ഒരു ഫാമിലിയിലെ പാർട്ടായിട്ട് തോന്നി. വളരെ രസമായിട്ട് എൻജോയ് ചെയ്തു, ഒരു സ്ട്രെസ്സും ഇല്ലാതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത പല ലൊക്കേഷനുകളും ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവിടെ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതിൻ്റെ എത്ര കോസ്റ്റ്ലി ആണെങ്കിലും അതിൻ്റെ പെർമിഷൻസ് എടുത്ത് സെവൻ സ്ക്വയറിലൊക്കെ ഒരു സിനിമയും ഷൂട്ട് ചെയ്തതായിട്ട് ബോളിവുഡ് സിനിമകൾ മാത്രമേ ഷൂട്ട് ചെയ്തില്ല. അവിടെയൊക്കെ അതിഥിയും അനുവൊക്കെ ഡാൻസ് കളിക്കുന്നതൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇതെങ്ങനെ ഈ പെർമിഷൻ കിട്ടി എന്ന്. ബിക്കോസ് ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് അറിയണമല്ലോ ഇത് അതായത് ഷൂട്ട് ചെയ്യണമെങ്കിൽ. അപ്പം നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതെങ്ങനെ, അപ്പം അതിൻ്റെ ഒരു റിച്ച്നെസ് ആ സിനിമയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം കുറേ സ്ഥലങ്ങൾ ഈ ക്രൂവിൻ്റെ കൂടെ പോയിട്ട് കാണാനായിട്ടുള്ള ഒരു ഇതും. അത് ഐ വാസ് ട്രാവലിംഗ്. ഷൂട്ടില്ലെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ വളരെ രസമായിട്ട് എൻജോയ് ചെയ്ത സിനിമയെ അത് അർഹിക്കുന്ന വിജയം അതിന് കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അതിൻ്റെ പാർട്ടായതുകൊണ്ട് മാത്രമല്ല, അത്രയും കഷ്ടപ്പെട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ആസ് എ ടീം ഒരു പോസിറ്റീവ് എനർജി
ആ സിനിമയിലുണ്ട്. അതിന്റെ ഡയറക്ടർ ബിനോയ് ചേട്ടന് എല്ലാ ലൊക്കേഷനും വളരെ ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ ചില ലൊക്കേഷൻ കിട്ടാറില്ല, ചില സമയത്ത് അങ്ങനെ നാട്ടിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം എന്നുള്ളൊരു തോട്ടെങ്കിലും വരും ചില സെറ്റിൽ. പക്ഷെ ബിനോയ് ചേട്ടൻ അതിന് ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല, എനിക്ക് അത് ഇത് തന്നെ വേണം, ആ ലൊക്കേഷൻ തന്നെ വേണം. അപ്പൊ ഡേറ്റ് മാറ്റിയാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരും നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഐ മീൻ ചെറിയ കാസ്റ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഇതിനകത്ത് ജാഫർ ഇടുക്കി വരുന്നുണ്ട്, മിയ ഉണ്ട്, പിന്നെ അവിടെ തന്നെ ഷെബിൻ ഉണ്ട്. ഒരുപാട് ഓരോ സീനിലും വരുന്ന ആക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഒരു 3 മിനിറ്റിൽ തന്നെ ഓക്കെ പറഞ്ഞു. കാരണം ഒന്ന് ലണ്ടനിൽ ഷൂട്ട് ചെയ്യുന്നു, 2 ക്യാരക്ടർ സൂട്ടാവുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു എത്ര ദിവസം വേണമെന്ന് ചോദിച്ചില്ല, വേണമെങ്കിൽ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തോളൂ, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല എന്നിട്ടൊക്കെ. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ കുറേ വർഷം പ്രവാസിയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ലോ നമ്മൾ അനുസരിക്കണം. അപ്പം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സിനിമ. ഞാൻ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറയുന്നൊരു സിനിമയിൽ എൻ്റെ ഫസ്റ്റ് സിനിമകളിലൊന്നാണ്. അത് ഇതേപോലൊരു സ്റ്റോറിയാണ്. അപ്പം അവിടെയും ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് കുറേ നാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോണറാണ്. അവാർഡ് വിന്നിങ് പെർഫോമൻസ് ആണ് മാഡം കാഴ്ചവെച്ചിരിക്കുന്നത്. അനു ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ആണ്, വളരെ രസമായിട്ടുള്ളത്. അപ്പോൾ അത് അനുവായിട്ടും അതിഥിയായിട്ടും എനിക്ക് കോമ്പിനേഷൻ ഇവർ രണ്ടുപേരുമായിട്ടാണ്. ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു, ഒരു അത്രയും എഫേർട്ട് എടുത്ത് ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതിൽ. അതിന് സോ ദേ ഡിസേർവ് ടു ഗെറ്റ് അക്ലോഡ്സ് ഫോർ ദിസ് ഫിലിം. അപ്പോൾ ഈ ഒരു ചിത്രം മറ്റേ ത്രില്ലർ ജോണറാണ് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിൽ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഉള്ള സിനിമകളാണ്. അതിപ്പോൾ കോമഡിയിൽ പൊതിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹൊറർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ത്രില്ലിംഗ് ഒരു സാധനം ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ത്രില്ലേഴ്സ്, ഐ മീൻ നോർമൽ അല്ല, അതിൽ ആ ഒരു എലമെന്റ് ബിഗ് ബെന്നിലുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു സിനിമയാണ്. ത്രില്ലിംഗ് എലമെന്റ് ഉണ്ടെന്ന് പറയാം, അല്ലാതെ ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ കാണുന്ന പോലെ ഒരു ട്വിസ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് കാണരുത്. കുറെ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, മൊമെന്റ്സ് ഉണ്ട്. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പെരിമെന്റൽ സിനിമകൾ എന്നും 2 കൈ നീട്ടി നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. ഇപ്പൊ തന്നെ ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒരു നല്ല മോട്ടിവേഷനാണ്. ആൻഡ് ഇറ്റ്സ് എ വെൽ മെയ്ഡ് ഫിലിം. ദേ ഹാവ് നോട്ട് ലെഫ്റ്റ് എനി സ്റ്റോൺസ് അൺടേൺഡ് ടു മേക്ക് ദിസ് ഫിലിം. ഞാൻ കണ്ടു ഫിലിം, വളരെ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ ഭാഗം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾ ഏരിയാസ്, ടെക്നിക്കൽ ഏരിയ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും. സോ ലെറ്റ്സ് സീ 28th റിലീസ് ചെയ്യണം. നിങ്ങളുടെ ഈ അന്തർധാരയിൽ നിന്ന് അടുത്ത പുതിയ ബെൽറ്റിൽ നിന്ന് അടുത്ത മൂവി ഏതൊക്കെയാണ് വരുന്നത്? ഞങ്ങളിനി പെയർ ചെയ്തിട്ട് ഞാനും ചന്തുചേട്ടനും ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാജി കല സാറ് ഡയറക്ട് ചെയ്യുന്നത്. ഭാവനേശിയാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ അതില് ഞങ്ങളും ഈ പറഞ്ഞ ആംഗ്രി ബേബീസ് കഴിഞ്ഞിട്ട് ആംഗ്രി ബേബീസിന് ശേഷം പിന്നെ ഞങ്ങൾ അഭിനയിക്കുന്നത് ഈ സിനിമയില് ആണ്. അതൊരു വലിയ സന്തോഷമാണ്. അതിലൊരു ചെറിയ വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. നിങ്ങളുടെ പാക്കേജ് കോസ്റ്റ് എത്രയാണ്? എനിക്ക് അറിഞ്ഞൂടാ, ഇച്ചിരി കൂടിയിട്ടുണ്ട്. ബിഗ് ബെൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രചേട്ടൻ ഇപ്പൊ ഈ സെറ്റില് വിജയ് ചേട്ടന്റെ ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം ചന്ദ്രചേട്ടൻ ഭയങ്കര നിരാശ പാവം. ഇല്ല നിരാശ, ഞാനും മെയിൻ പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. മിയ ചേച്ചി ഉണ്ടതില്ല. അപ്പൊ മിയ ചേച്ചിക്കും ഈ പറഞ്ഞ UK പോർഷൻ പറ്റില്ല. എനിക്ക് ജാഫർക്ക് എടുത്തും അനുവിന്റെ അടുത്തും മിയയുടെ അടുത്തൊക്കെയാണ് മെയിൻലി കോമ്പറ്റീഷൻ. മിയ ചേച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുമ്പോ? വെരി നൈസ് പേഴ്സൺ. ഒന്നത്തെ കാര്യം ഞങ്ങളുടെ വൈബാ. പുള്ളിക്കാരി വിചാരിക്കുന്നത് ആരാ വരുന്നത്, ഞങ്ങൾ വിചാരിക്കും മിയ. പക്ഷെ 2 കസേര അടുപ്പിച്ചിട്ട് 2 കുശുമ്പ് കുന്നായ്മ പറയുമ്പോൾ ഈ പരിപാടി നമ്മളെ പ്ലേറ്റിലാവും. പിന്നെ നൈസാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇന്നലെ അവളെ വിളിച്ചായിരുന്നു, ഈ പ്രൊമോഷന് 100 കാര്യങ്ങളുണ്ട്, അതാണ് എനിക്ക് പറ്റില്ല വരാൻ, കുറെ തമാശയൊക്കെ പറയായിരുന്നു. ദാറ്റ്സ് ആ വൈബ്. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്യാൻ ദൈവഭാഗ്യം കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. നമ്മളെ കാട്ടി സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ പുള്ളിക്കാരി. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി അത് ഭാവനയായിട്ടായാലും ചന്ദ്രചേട്ടന് ഇപ്പൊ ഈ അടുത്ത് വളരെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു ആ മൂവി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ടും ഒക്കെ.
അടിപൊളി. ഏതാണെന്ന് പറഞ്ഞ ഞങ്ങളും അപ്രീഷിയേറ്റ്. ഫീനിക്സ് തൂവച്ചൽ ഖാദർ ഫൗണ്ടേഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടി ഇപ്പൊ. ഓ ഓ അടിപൊളി. അല്ല അത് ഭയങ്കര പെർഫോമൻസ് സാധനമൊക്കെ ഉണ്ട്. ഇപ്പൊ അതിലൊരു ഇതിപ്പോ റീലൊക്കെ വീണ്ടും വൈറലായി വരുന്നു. റീല് ഇൻസ്റ്റ ആ സോങ് ഭയങ്കര രസമായിട്ട് ഭയങ്കര സർക്കുലേറ്റ് ടച്ചിങ്, ഉള്ളി കയറുന്നൊരു പാട്ടായിരുന്നു. ഫീനിക്സ് ഇൻസ്റ്റ റൂളിംഗ് റിക്രിയേഷൻ. അതാ പറഞ്ഞ ഇച്ചിരി പൈസ ഞാൻ കൂട്ടിയിട്ടുണ്ട് പാക്കേജിന്. ആ സമയത്ത് ഞാൻ ഒരു ഹോളിവുഡ് പടത്തിൽ കാണാൻ പറ്റില്ല. എനിക്കൊന്നുമില്ലല്ലോ പറയാൻ. അൻചേട്ടാ ഇപ്പൊ അൻചേട്ടനൊരു ഭയങ്കര വലിയൊരു സിനിമ പാരമ്പര്യമുള്ള ഒരു ഫാമിലി. അല്ല ഞാൻ ചോദിച്ചു. അല്ല എല്ലാവരും തന്നെ ചോദിച്ചോണ്ട് അല്ല അത് ഒബ്വിയസ്ലി ചോദിക്കേണ്ടതല്ലേ. ഇപ്പൊ എനിക്കങ്ങനെ പറയാൻ ഇപ്പൊ എന്നോട് ചോദിക്കണേ, എനിക്കങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചേട്ടനത് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കണേ. എനിക്കില്ല, ഇവരുടെ അടുത്ത് ചോദിക്കണോ? അപ്പൊ അപ്പൂപ്പൻ ഒബ്വിയസ്ലി ചേട്ടൻ കേട്ട് വന്നത് അമ്മമ്മ പറഞ്ഞിട്ടുള്ള കഥകളാന്നൊക്കെ പല ഇൻട്രവ്യൂസിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ്റെ ഒരു ക്യാരക്ടർ ഏതാണ്? എനിക്ക് അരനാഴിക നേരത്തിലെ കുഞ്ഞൻ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നെ ചെമ്മീൻ ഒബ്വിയസ്ലി എല്ലാവരും കണ്ട സിനിമയാണ്. അതിലെ ചെമ്പൻ കുഞ്ഞ്, വേലുത്തമ്പി തളവ, ചരിത്ര പുരുഷന്മാരെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൂപ്പൻ. കുഞ്ഞാലി മരക്കാര്, മാർത്താണ്ഡവർമ്മ, ഇതെല്ലാം രസമുള്ള സിനിമകളാണ്, കണ്ടിരിക്കേണ്ട സിനിമകളാണ് ഇത്. വിജയ് ചേട്ടാ, ഇപ്പോൾ മലയാള സിനിമയിൽ ഒത്തിരി മൂവീസ് പുതിയ പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വിജയ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ ഈ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ക്രൈസിസിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും പല സിനിമകളും അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ അത് വിജയസാധ്യത ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ആട് പോലുള്ള ചിത്രമൊക്കെ ആദ്യം വന്നപ്പം ഒരു വലിയൊരു ഹിറ്റ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് അതിന് മൂല്യം ഉണ്ടെന്നും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് വീണ്ടും അതിനൊരു റീബർത്ത് പോലൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കാളൊരു ഭയങ്കര ഒരു ദൃഢനിശ്ചയമുള്ള പോലെ തോന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് ആ ഒരു ഗട്സ് കിട്ടുന്നത്? അത് നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത്. അപ്പം ആട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അത് നമ്മളത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയെങ്കിലും എനിക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആട് 2 വന്നത്. എനിക്ക് ഫൈനാൻഷ്യലി ഓക്കെയാണ്. അന്ന് ടെലിവിഷനിൽ വരുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ റേറ്റ് ചെയ്യുന്നു. അത് റീ എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അത് സാറ്റലൈറ്റിലും ഒക്കെ DVD-യിലും. അപ്പം ഞാൻ തന്നെ അത് DVD എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അന്ന്. അപ്പം നമ്മൾ തന്നെയാണ് DVD പ്രിൻ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വിട്ടത്. അപ്പോൾ നോക്കുമ്പോൾ 1000 കോപ്പി പോകുന്നു. പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് 2000 കോപ്പി ചോദിക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 ലക്ഷത്തോളം DVD ഇതിൻ്റെ പല രീതിയിൽ 10ആണോ ഇത്രയുണ്ടോ ഓവറാക്കുന്നുണ്ടല്ലേ, നല്ല എനിക്ക് നമ്പർ തെറ്റിപ്പോയി. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ DVD സെയിലാവുന്നുണ്ട്. ടെലിവിഷനിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ആടിൻ്റെ ഡയലോഗ്സ് പറയുന്നു, ആ ക്യാരക്ടേഴ്സിനെ എനാക്ട് ചെയ്യുന്നു, റീൽസിൽ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എവിടെയോ ആട് ആ ക്യാരക്ടേഴ്സിനെ ആളുകൾ കണക്ട് ചെയ്തു, മലയാളികളെല്ലാം കണ്ടിരിക്കുന്നു. പക്ഷേ എവിടെയോ ഒരു മിസ്റ്റേക്ക് ആട് 1 ഉണ്ടായിരുന്നു. അതിനെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇറക്കിയാൽ അത് വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ആട് 2 ആ ക്യാരക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത്. അത് വർക്കായി. അങ്ങനെ തന്നെ പല എക്സ്പെരിമെൻ്റൽ സിനിമകളും നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും അത് വർക്കാവണം എന്ന് വിചാരിച്ചു. അങ്കമാലി ഡയറീസ് ആണെങ്കിലും അടികപ്പേരെ കൂട്ടുമണിയാണ്, ഹോം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ 100% ഇടുക കണ്ടന്റിലേക്ക്, സിനിമയ്ക്കുള്ളിലേക്ക്. ഞാൻ ബാക്കിയുള്ളതൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യും. അത് വർക്കാവുന്നു. അതുകൊണ്ട് വീണ്ടും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. വീണ്ടും അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റുമായിട്ട് വീണ്ടും വരികയാണ്. നോക്കാം. ഇപ്പോൾ 3 അനൗൺസ് ചെയ്തു. അതെ, അപ്പോൾ അതിൻ്റെ വർക്ക് എവിടെ വരെയൊക്കെ ആയി? സ്ക്രിപ്റ്റിംഗിലാണ്. എന്തായാലും ഈ വർഷം ഷൂട്ട് ഉണ്ടാവും. അടിപൊളി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ലൊക്കേഷനൊക്കെ UK ആയിരുന്നു? UK നാട്ടിലുണ്ട്. ബോംബെയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തു, കൊച്ചിയിൽ. മറ്റ് കാസ്റ്റിംഗ് ക്രൂ ഇനി ഉള്ളത് അതിനകത്ത് ബിജു ചേട്ടനും ചേച്ചിയുണ്ട്, ഷെബിൻ ബെൻസൺ അഭിനയിച്ചിട്ടുണ്ട്, വിനയ് ഫോട്ടോ, വിനയ് ചേട്ടനുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഓരോ ക്യാരക്ടറിനും ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആക്ടേഴ്സിനെയാണ് അതിൽ കൊണ്ടുവന്നത്. കണ്ടാ, ഞങ്ങളുടെ സിനിമയിൽ ഗസ്റ്റ് അഭിനയിക്കുന്നത് വരെ ചന്തുരാനാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു ഈ ദിവസം ധന്യമായി. ചന്ദ്രചേട്ടൻ ഭയങ്കര അടിപൊളി ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും കോംപ്ലിമെന്റ് ചെയ്യാൻ തോന്നുന്നില്ലേ? പക്ഷെ ഞാൻ ചന്തു പറഞ്ഞു ബോഡിയൊക്കെ ബിൽഡ് ചെയ്തല്ലോ, ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല, കാരണം ചന്തു എനിക്കൊരു കോമ്പറ്റീഷനേ അല്ല.
നല്ലൊരു ബിൽഡിംഗ്. കുറച്ചുകൂടെ വരും. അനുവൊക്കെ ടെൻഷൻ അടിക്കാം, നമുക്കതൊരു ടെൻഷനില്ല. എന്റെ മറ്റേ രാജാവിന് എന്ത് ക്യൂന്നൊക്കെ. അതല്ല, ഏജ് വെച്ചിട്ട് പറഞ്ഞതാ. അതെന്താ വിജയിച്ചേട്ടൻ ഇനി ഒരു നായകനാവാൻ പാടില്ലെന്നുണ്ടോ? നായനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കല്ലേ. വയനാട് അവര് കോമ്പറ്റീഷൻ ആവാനുള്ള ഏജ് നായകനുമായിട്ട് ഇതില്ല. ആ ഏജിന് ഞാനൊരു ക്യാരക്ടർ കോമ്പറ്റീഷൻ അല്ല. ആ ഏജ് എനിക്ക് ചന്തു അഭിനയിക്കുന്ന ക്യാരക്ടർ അല്ലല്ലോ ഞാൻ അഭിനയിക്കുന്നത്. ചന്തുനാവാം. അനുചേട്ടന്റെ പുതിയ പ്രോജക്ട്സ് ഇനി വരാതിരിക്കുന്നത്? ഇനി ഇറങ്ങാനുള്ളത് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ, ഞാനും ഭാസിയും കൂടെ ചെയ്ത വികാരം എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ ഞങ്ങൾ മൂന്നും അഭിനയിച്ച ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ലോബി കൊച്ചി ലോബി എന്നൊക്കെ. വിജയചേട്ടൻ ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഇങ്ങനെ ശ്രുതിയുണ്ട്. അപ്പോൾ ചേട്ടനെ ഇപ്പോൾ അറിയാതെ ഇപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ മൂവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ചേട്ടനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? ഒറ്റ വാക്കിൽ ഉത്തരം. എന്തെങ്കിലും ഒന്ന് പറയാം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഫോൺ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ വേണ്ട. ഇപ്പൊ മൂവി ഈ നേരത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കാം. പുതിയ കഥകൾ കേൾക്കുമ്പോൾ അപ്പൊ പുതിയ കഥകൾ ഇങ്ങനെ വരുമ്പോഴേക്കും ആ ഡയറക്ടർ ഇത് ഇയാളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട് അങ്ങനെ തോന്നിയിട്ടാവണമല്ലോ. ഒബ്വിയസ്ലി ഓക്കെ നമുക്കിത് ചെയ്യാന്ന് പറയണേ. അപ്പം അതെങ്ങനെയാ ചേട്ടൻ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു മെഷീനുണ്ട്. അല്ല, നമുക്ക് ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ്. അവരിപ്പം ഒരു കഥ പറയുന്ന രീതി നമുക്ക് കേൾക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നത്. ചാനലിലിരിക്കുമ്പോൾ തൊട്ട് ഈ കഥകൾ കേട്ട് എനിക്കൊന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥകൾ കേട്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. അത് ബിക്കോസ് ഈ റൈറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് സിനിമ അനൗൺസ് ചെയ്യുമ്പോഴേ നമ്മൾ വാങ്ങിക്കും. അപ്പോൾ എല്ലാ നടക്കാനിരിക്കുന്ന സിനിമകൾ, നടക്കാൻ പോകുന്നത്, പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും വന്ന് കഥകൾ പറയും. ഈ കഥ കേട്ട് 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 ഈ കഥ കേൾക്കുമ്പോൾ പിന്നെ ഈ ചാനലിലിരുന്നപ്പോൾ ഈ കഥ പറഞ്ഞ സിനിമ നമ്മൾ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും അത് തിയേറ്ററിൽ വരുമ്പോൾ അത് കാണാനായിട്ടും അത് ഓക്കെ അയാൾ പറഞ്ഞ രീതിയിൽ ഇങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പ്രിപ്പയർഡ് ആണോ എന്ന് നമുക്ക് ഈ കഥ ഞാൻ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പണി അറിയാവുന്നതുകൊണ്ട് ഷോർട്ട് ഡിവിഷൻ ഇപ്പോൾ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരത് പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അവർ ചുമ്മാ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ജോലി അറിയാവുന്ന. അപ്പോൾ ഒരു പുതിയ ആളാണെങ്കിലും അയാൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ആ സ്റ്റോറി നല്ലതാണെങ്കിൽ നമ്മൾ അവർക്ക് ഞാൻ ചോദിക്കും, എൻ്റെ യു ടെൽ മീ ഓണസ്റ്റ്ലി, നെഗറ്റീവും പോസിറ്റീവും പറയും, സ്ട്രോങ് ഏരിയ ഏതാണ്, എവിടെയാണ്. അപ്പം അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു ടീമിനെ നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ 16 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനിയും 2 അടുത്ത് ചെയ്യാനിരിക്കുന്ന 2 പുതിയ ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ 17, 18 ആവും. ഇനി ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ സാധിക്കട്ടെ. നല്ലൊരു കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്കും സ്ക്രാച്ച് വന്നു തുടങ്ങി. പാട്ട് പാടുന്നോ? ചന്ദിച്ചേട്ടാ, ചന്ദിച്ചേട്ടൻ നാട്ടിലായിരുന്നല്ലോ, ഇവരുടെ ഒപ്പം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഡയറക്ടറെ ഒരു എന്താ പറയുക ഒരു മൊമെന്റിൽ ഡയറക്ടർ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര വിഷമമായി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഡയറക്ടറോ ബിനോയ് ചേട്ടൻ നമ്മൾ പറഞ്ഞിട്ട് വിഷമം. ഞാൻ അടിക്കുന്ന പെർഫ്യൂമിന്റെ പേര് പറഞ്ഞു കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുന്നു. അല്ല അങ്ങനെ ഞാൻ അപ്പൊ എന്റെ ഒരു ഷോട്ട് കഴിഞ്ഞു. റിയലിസ്റ്റിക്കലി ഐ എം ടെല്ലിങ് യു ബിനോയേട്ടാ, ഞാൻ പേടിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ജാഫ്രിക്കുണ്ട് ഒരു കോമ്പിനേഷൻ സീനാണ്, അതിന്റെ കമ്പോസിഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അസിസ്റ്റന്റ് അവിടെ നിൽപ്പുണ്ട് വീക്ക് ചെയ്യുന്നു. പുറത്തിറങ്ങി അങ്ങനെ മട്ടും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ബീക്ക് എൻ്റെ അസിസ്റ്റന്റ് അളിയാൻ ഡയറക്ടർ സാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഞാൻ നിന്നെയോ എന്താണെന്ന് അറിയാം, ഈ വെപ്രാളം വരുന്നത് അളിയ അകത്തെന്തെങ്കിലും വേറെ ഒന്നുമില്ല, എനിക്കിത് കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുക. പുള്ളി എന്താ ഈ പറയുമ്പോൾ എൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് പുള്ളി പേഴ്സണലി എന്തോ പറഞ്ഞു, വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പോയിട്ട് വന്നു പറഞ്ഞു. കുറച്ച് ബീക്ക് ഇങ്ങനെ നടന്നു വരും. അല്ല ഒന്നുമില്ല, അളി അടിച്ചത് പെർഫ്യൂം ഏതാണ്. ഞാൻ വിചാരിക്കുന്ന പുള്ളി എന്തോ ആ സീനിനെ പറ്റിയോ എന്തോ ഒന്ന് കറക്ഷനോ എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണം ഒന്നുമല്ല. പുള്ളി ഈ ഇപ്പം ക്യാരവനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടം വരെ ഭയങ്കര മണം, അത് എന്തോന്നു ചോദിച്ചിട്ട് അത്രയും പാവമുള്ള മനുഷ്യൻ. ഏതായിരുന്നു അത് ഞാൻ പറയും. വെറുതെ അല്ല ഇവിടെ ആക്കിയത് പുള്ളി. ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ഇത് എന്റെ പിറകെ ബാക്കിൽ വന്നിട്ട് പണം കേട്ടോ. ആ മനുഷ്യൻ അങ്ങനെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വിഷമിച്ചിട്ടേ ഇല്ല ഈ സെറ്റിന്.
പാവം മനുഷ്യനെ. അല്ല ജാഫ്രിക്ക് ഒരിക്കലും ഇല്ല. വിഷമം ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമില്ല. അല്ല, ജാഫ്രിക്കായിട്ട് ഭയങ്കര ഒരു രസകരമായ ഒരു മൊമെന്റ്. പുള്ളി എപ്പോഴും രസമല്ലേ, ഷോട്ട് കഴിഞ്ഞാൽ അപ്പ അടുത്ത കഥ പറയുക, ശബ്ദവും നമുക്ക് ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്കില്ലുണ്ട് പുള്ളിക്ക്, നെറേറ്റ് ചെയ്യുന്നതിന് പല കാര്യം. രസം. ഇതിലൊരു കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ, അതിനെ മാനേജ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? തുടങ്ങിയ സമയത്ത് അവളുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരുന്നു. ഭയങ്കര പെട്ടെന്ന് ക്ലോസ് ആവുന്ന ഒരു ഭയങ്കര ഈസി ആയിരുന്നു. അവളെ നന്നായി, ശരിക്കും പറഞ്ഞാൽ അവളെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഞാനുമായിട്ടാണ്. അപ്പം തുടക്ക സമയത്തൊക്കെ കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഉച്ചവരെ ഉറക്കി ഉണർത്തി ചോക്ലേറ്റ് കൊടുത്ത് പാലെടുത്ത്. അപ്പം ഓക്കെ, പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി. ഇപ്പൊ മലയാള സിനിമയില് ഇതിൽ ആർക്കും വേണം ആൻസർ പറയട്ടെ. ഞാൻ വിജയ് ചേട്ടനെ നോക്കണം എന്നേ ഉള്ളൂ. വിജയ് ചേട്ടൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കാം. ഞങ്ങളും അങ്ങോട്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ സൈസ് അനുസരിച്ച് ചോദ്യങ്ങൾ എന്റെ സൈസ് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇവരുടെ അടുത്ത് വലുതായി. ഓക്കെ, ഇപ്പം മലയാള സിനിമയിൽ എപ്പോഴും ഞാൻ നോക്കുന്നില്ല, നമുക്കിങ്ങനെ ഒരു സീസൺ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ പൊങ്കൽ, തമിഴിൽ അങ്ങനെ പറയല്ലോ, ദീപാവലി സീസൺ, പൊങ്കൽ സീസൺ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ ഓണം സീസൺ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഏത് മാസത്തിൽ പടം ഇറങ്ങിയാലും നല്ലതാണെങ്കിൽ വിജയിപ്പിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? ഇപ്പോൾ ജൂണാണ്, ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ സമയമാണ്, കുട്ടികളില്ല, പാരൻസ് തന്നെ വന്ന് കാണേണ്ട ഒരു സമയമൊക്കെ ആണല്ലോ. അപ്പം ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ ഇപ്പോൾ മൂവി തിയേറ്ററിലേക്ക് വരണം, അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അല്ല, ഈ പറഞ്ഞത് തന്നെ ആ പ്രതീക്ഷ. കാരണം നല്ല സിനിമകൾ ഓടുന്നുണ്ടല്ലോ. ഇപ്പൊ ജൂണിൽ സ്കൂൾ തുറക്കുന്നു, ഇപ്പൊ അങ്ങനെ സീസൺ ഒന്നും ഇല്ല. എക്സാം സീസൺ എന്നാണ് മാർച്ചിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിലെ ഈ 20 ഇയേഴ്സിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 3 സിനിമകൾ ഒരേപോലെ ഓടിയ സമയമാണത്. ഇപ്പം ജൂണ് സ്കൂൾ റീഓപ്പണിംഗ് സീസണാണ് എന്ന് പറഞ്ഞിട്ട് നല്ല കണ്ടന്റ് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ. ഗോളം ഓടുന്നു, മന്ദാകിനി ഓടുന്നു, ലിറ്റിൽ ആർട്സ് ഓടുന്നു, അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ ഒക്കെ ഓടുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സീസൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഒരു ഇതും അതിനകത്തൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മുമ്പ് ആളുകൾ ഈ തിയേറ്ററിൽ പോകാനായിട്ട് മടിക്കും, പോയി ടിക്കറ്റ് എടുത്ത് ഇനി കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ. ഇപ്പം ഓൺലൈൻ ബുക്കിംഗ് കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് അവർ പ്രിപ്പയർഡാണ്. അവരപ്പം ബുക്ക് ചെയ്യുന്നു, അതായത് ആ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അത് ബുക്ക് ചെയ്യുന്നു, ഇന്ന് അവൈലബിൾ അല്ലെങ്കിൽ നാളത്തേക്ക് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ബുക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ആൾക്ക് ആ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കും. അതിനാ സീസൺ ഇപ്പൊ പ്രസക്തമല്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ എന്നാണ് മൂവി ഇറങ്ങുന്നത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? 1 by 1 ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ ലണ്ടനിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലും തണുപ്പൊക്കെ കൊണ്ട്. അതെ അതെ, ലാസ്റ്റ് ഡേയ്സ് ആയപ്പോഴേക്കും അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറി. അപ്പം നല്ല വെയിലായിരുന്നു, പെട്ടെന്ന് ടാൻ ഒക്കെ ആവുന്നു. അങ്ങനത്തെ ആ സമയത്താണ് ഞങ്ങളുടെ സോങ് ഷൂട്ട് വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് തലയും കുത്തി വീണാറുള്ളൂ. സോങ്ങിന്റെ ഇടയിൽ ഇവരെല്ലാരും കൂടെ എന്നെ, ഞാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ലണ്ടനിലെത്തി ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കാൻ നാട്ടുകാരുടെ അടുത്ത് പറയണ്ടേ, ആരും വിളിക്കുന്നില്ല. അപ്പൊ അങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈ ലണ്ടനിൽ ഷൂട്ട് ചെയ്യാൻ, അപ്പോൾ മൈൻഡ് ഞാൻ ഈ ലണ്ടനിൽ അങ്ങോട്ട് പറഞ്ഞു. ചേട്ടനായോണ്ട് അങ്ങനെ ഒരു അതിശയോക്തി ഫീൽ ചെയ്തായിരിക്കും. അതിനൊരു ഇട്ടുകൊട്ടും ഞാൻ വിളിച്ചത് ഇവനെ വിളിച്ചായിരുന്നു. മനസ്സിലാവുന്നില്ലടാ, ഞാൻ എവിടെ യുകെയിലായോണ്ടേ അറിയാം യുകെയിലാണ്, അല്ലെങ്കിൽ യുകെയുടെ പുറത്ത് ഞാൻ ഇൻസ്റ്റ സ്റ്റോറി. അപ്പം ആ സിനിമ ഇപ്പോൾ 28-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഡ്രീമാണ്. എന്നാൽ ഒരു പുതിയ ഡയറക്ടറിന്റെ ഒരു ഇതുമില്ലാതെ വളരെ രസമായിട്ട് ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം ഏത് ഷോട്ട് വെക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല സിനിമയാണ്. ഇപ്പോൾ ഓരോ സിനിമയ്ക്ക് ഓരോ ഇമോഷൻ ഉണ്ടാവും എന്ന് പറയില്ല, ആ ഇമോഷൻ ആളുകൾക്ക് കണക്ട് ആവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി നിങ്ങൾ 28-ാം തീയതി തിയേറ്ററിൽ പോയി ലണ്ടനിൽ കാണാത്തവർക്ക് ലണ്ടൻ വലിയ ബിഗ് സ്ക്രീനിൽ കാണാം. എനിക്ക് ചെറിയ മൂവി ഒന്നും അങ്ങനെ പറയാൻ ചെറുതല്ല. അതെ, നല്ല ക്യാൻവാസിൽ ഷൂട്ട് ചെയ്ത പടം. അത് രസോരി തിയേറ്ററിൽ കാണാൻ. ഓക്കെ, അപ്പം അടിപൊളിയാവട്ടെ. ബിഗ് ബെൻ ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.